ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസാണ്. ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് ഗുരുവായൂർ, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മാളവിക ജയറാമിൻ്റെ വെഡ്ഡിങ് ലുക്കിനായിട്ടാണ് നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലുക്ക്, മാളവികയുടെ ഫസ്റ്റ് ലുക്ക് ഗുരുവായൂർ അമ്പലത്തിലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അമ്പലത്തിലെ ഈ ഒരു ലുക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. കാരണം കണ്ടു തന്നെ നോക്കാം. ഷക്കീയുടെ വെഡിങ്ങിന് ഒരുക്കുമ്പം എനിക്ക് ഈ മൊമെന്റ് സത്യത്തിൽ ബിലീവബിൾ ആണ്. എന്താ പറയാ, ഇല്ല ഞാൻ ജയറാമേട്ടന്റെ മൂവീസ് ഒക്കെ കണ്ട് വളർന്ന ഒരാളാണ്. അപ്പൊ ജയറാമേട്ടന്റെ മോളുടെ കല്യാണം എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എനിക്ക് എക്സൈറ്റിംഗ്, കാരണം നമ്മൾ അന്ന് ഫസ്റ്റ് വർക്ക് ചെയ്തപ്പോൾ തൊട്ട് നമ്മളുടെ ഭയങ്കര ഒരു റാപ്പും ലൈക്ക് ഇറ്റ്സ് ഈസി ടു വർക്ക് വിത്ത്. പിന്നെ അതുമല്ല നമുക്ക് പേഴ്സണലി കൂടെ വി ഹാവ് വെരി സാധാരണ ഒരു കൊളീഗ് റിലേഷൻഷിപ്പ് അല്ല. സോ ഡെഫിനറ്റ്ലി വികാസേട്ടൻ തന്നെ എൻ്റെ കല്യാണം മേക്കപ്പ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് സാധാരണ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, ബ്രൈറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്ന പോലെയല്ല. ഒരു അനിയത്തിയോ മോളോ എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ എനിക്ക് സ്വന്തം ചേട്ടൻ തന്നെ എന്റെ കൂടെ നിന്നെല്ലാം ചെയ്തിരുന്ന പോലെ മച്ച് മോർ ആണ് വെരി പേഴ്സണൽ. താങ്ക് യു. നമ്മള് മേക്കപ്പിന്റെ ഡിസ്കഷൻ ചെയ്തവരൊക്കെ ചക്കിക്ക് ഭയങ്കര സിമ്പിൾ ആയിരിക്കണം, അങ്ങനെ വലിയ ഡ്രാമാറ്റിക് ഒന്നും. ഫസ്റ്റ് ലുക്ക് അതെ, കാരണം അത് ഭയങ്കര ഇതാണ് ഏറ്റവും സ്പെഷ്യൽ ലുക്ക്. ഇപ്പൊ സോഫ എൻഗേജ്മെന്റ് തൊട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും മോസ്റ്റ് സ്പെഷ്യൽ ലുക്ക്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണൽ കണക്ഷൻ ഉള്ള ഈ ലുക്കൊക്കെയാണ്. കാരണം ഞാൻ പഠിച്ചാലൊക്കെ കൊടുത്ത് അത് സർപ്രൈസ് ആക്ച്വലി ഫുൾ ആർക്കും ബാധിച്ചു. എന്റെ ഓർമ്മ ശരിയാണെങ്കിലും ഗുരുവായൂർ അമ്പലത്തില് മടിസാരി കൊടുത്ത് ഭയങ്കര റയലായിട്ടാണ് ആൾക്കാര് ഇറങ്ങിയിട്ടുള്ളത്. ചക്കി ഓഫ് കോഴ്സ് ജയറാമേട്ടന്റെ ട്രഡീഷണലിലാണ് ഇറങ്ങണം. അച്ഛന് വേണ്ടിയാണ് ഈ ലുക്ക് അല്ലേ? എന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. എന്റെ അച്ഛന്റെ അമ്മയായിട്ട് ഞാൻ ഐ തിങ്ക് നമ്മള് ഡെഫിനറ്റ്ലി എല്ലാ ഗ്രാൻഡ് ചിൽഡ്രനും ഗ്രാൻഡ് മദേഴ്സും ക്ലോസ് ആണ്. പക്ഷെ ഞാനും താത്തയും ഭയങ്കര സിമിലർ ആണ് എല്ലാവരും പറയുന്നത്. ഞാൻ എൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ്, ഞാൻ സംസാരിക്കുന്ന രീതി, പിന്നെ എനിക്ക് ഈ ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ കഴിക്കുന്നതിന്റെ അങ്ങനത്തെ ഒക്കെ ഒരുപാട് ട്രഡീഷണൽ എൻ്റെ സൈഡ് ഇപ്പൊ കൾച്ചർ ഫോളോ ചെയ്യുന്നത്, വാല്യൂസ്, അതൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്ന താത്തിന്റെ സൈഡിൽ വേണ്ടിയിട്ട്. അവരുടെ അപ്പാടെ ഫാമിലിയിൽ എല്ലാരും കല്യാണത്തിന് ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി കളർ എറക് റെഡ്. സോ ആ റെഡ് കളറിലുള്ളത് തന്നെ എങ്ങനെയുണ്ടായിരുന്നു സലൂണിൽ വന്നിട്ട്? ശരിക്കും അത് ബിഫോർ വെഡിങ് ഞാനൊരു തിരക്കിൽ വന്നു പോയ പോലെ എനിക്ക് തോന്നിയത്. ഒത്തിരി പാമ്പറുകൾ, നല്ല സുഖമായിട്ട്. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഫുൾ ലോങ്ങർ ടൈമിന് വന്ന് അവിടെ ഇരുന്ന് എല്ലാ ട്രീറ്റ്മെന്റ്സും ട്രൈ ചെയ്ത് എല്ലാ സർവീസസും കഴിഞ്ഞിട്ടാണ് തിരിച്ച് ചെന്നൈക്ക് പോകും. ഞാനും അമ്മ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പ്രിൻസ് വരും ഒരു ദിവസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് ഡിസ്കസ് ചെയ്യും. നമുക്ക് അങ്ങനെ ഡ്രസ് ഇട്ട് ഒരുക്കി എടുക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. രീതിയിലുള്ള ഈ ബ്രൈഡൽ ഷോസ് ഒക്കെ കണ്ട് ഞാനും അമ്മയാണ് സംസാരിക്കുന്നത്. പക്ഷെ കഥ പറയാൻ അപ്പ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ കഥ പറയുന്നു. ആനക്കര അങ്ങനെയൊക്കെ ഈ ആനപ്രാന്ത് തുടങ്ങിയതാ. മൈലാഞ്ചിയിലെ ആനയുണ്ട്. ആ ആനയ്ക്ക് ആ ഫോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പേരുണ്ട് അവിടെ. ബ്രൈഡൽ ടിപ്പ് നമ്പർ 1, എപ്പോഴും നമ്മി ക്രീം എടുത്തോളൂ. ഹെവി കമ്മലുകളിട്ട് കാതിൽ പോകും 4 ദിവസം ആകുമ്പോഴത്തേക്കും ഒന്നും ഫീൽ ആവില്ല. അപ്പൊ സാധാരണ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് ടിപ്പ് പറയുന്നത്, ബ്രൈഡ് എന്ന് പറയുന്നു. ഇത് ഞാൻ പിന്നെ ഷൂട്ടും കൂടി ചെയ്ത് പരിചയമുള്ളതുകൊണ്ടാണ്. എന്നിട്ടേ അറിയുന്നു ടിപ്പ് നമ്പർ 1 ഏറ്റില്ല.
ഒരു കാര്യമില്ല. നീ വല്ല അനസ്തീഷ്യ എടുത്തിരിക്കാനേ ഞാനൊന്ന് താലിപൂജിക്ക് ചുറ്റാലും ശരി ശരി. സന്ദീപ് ഹെൽപ്പ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ ശരി ശരി. ബൈ. Two kids. God bless you. എല്ലാവരും കല്യാണം കഴിച്ച് സുമങ്കരിയായി വാ. എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഞങ്ങള് തട്ടാൻ്റെ വരെ വിളിച്ചു. Good girls. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ലുക്ക് മാമിയ? പെർഫെക്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ ലുക്കിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ മെയിൻ ലുക്കിന് നമ്മളൊരു ഗോൾഡൻ കളർ സാരിയാണ് ഇപ്പം യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫേസ് എല്ലാമേ ഒരു ഗോൾഡൻ കളർ സാരിക്ക് ബ്ലെൻഡ് ആകുന്ന രീതിയിലാണ് ഞാൻ ഫേസ് ചെയ്തിരിക്കുന്നത്. കുറച്ചൊരു ഓറഞ്ചിഷ് കളർ ലിപ്സ്റ്റിക്കും ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ലുക്കിനെ കുറിച്ചിട്ട് പറയാൻ വേറെ ഉണ്ടെങ്കിൽ ഐ മേക്കപ്പ് ഗോൾഡൻ സ്മോക്കി ഐ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ചക്കി വന്നിട്ട് ഷീ ഹാഡ് ഒരു ഞാൻ കുറച്ച് തമിഴ് മിക്സ് ചെയ്തിട്ട് സംസാരിക്കാം, സോറി. അപ്പോൾ ചക്കിക്ക് എപ്പോഴും ഒരു ഡ്രീം ലൈക്ക് വെഡിങ് ലുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. സോ അത് ചേട്ടൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ലൈക്ക് ഐ എം ഷുവർ ദാറ്റ് ഈവൻ ചക്കി ലൈക്ക് ലവ് ദ ലുക്ക് ആൻഡ് ഓൾ ഓഫ് us did. Thank you. രണ്ട് ലുക്കും കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ലുക്കിനെ കുറിച്ച് വന്നപ്പോൾ ഇത്രത്തോളം സിമ്പിളാക്കാമെന്ന് തോന്നുന്നു. കാരണം കേരള സാരി ഉടുക്കുമ്പോൾ എപ്പോഴും സിമ്പിളായിട്ട് പോകുമ്പോഴാണ് ഒരു ഭംഗി. അതുകൊണ്ട് തന്നെ ഐ ലൈനർ മാത്രമാണ്, ഐ ഷാഡോ ഒട്ടുമില്ലാതെ നമ്മൾ ഐ ലൈനർ മാത്രം ഇട്ടുകൊണ്ടിട്ടാണ് ഈ ഒരു ലുക്കിൽ വന്നിരിക്കുന്നത്.
ഭയങ്കര ഇഷ്ടമായി. നല്ല ഫ്രീ ആയിരിക്കും ഇപ്പൊ. 3 looks. 3 ലുക്ക് ഡൺ ഓൾറെഡി ഡേ 1. VK's bride. VK is great.